മഹാനായ പണ്ഡിതൻ സുലൈം റഹ്മത്തുള്ളാഹി അലൈഹി അന്നഹു കാന ഫീ സിഗ്രിഹി, അദ്ദേഹം തന്റെ ചെറിയ പ്രായത്തിൽ ഏകദേശം ഒരു 10 വയസ്സ് ആയ സന്ദർഭത്തിൽ സുലൈമുൻ അന്നഹു കാന ഫീ സിഗ്രിഹി വലഹു നഹ്വുൻ മിൻ 10 സിനീൻ, 10 വയസ്സ്. അങ്ങനെ ഖുർആൻ ഓതി പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി. അദ്ദേഹം ഉസ്താദിന്റെ അടുക്കൽ പോയിട്ടും ഖുർആൻ ഓതിയിട്ട് ക്ലിയർ ആവുന്നില്ല, ഇത്ഖാനോടുകൂടി ഇഫ്ലാക്കാൻ പറ്റുന്നില്ല, തജ്വീദ് അങ്ങോട്ട് ക്ലിയർ. മാത്രമല്ല അദ്ദേഹം പറയാണ്, എൻ്റെത് കറക്റ്റ് അറബി നാട്ടുകാരനല്ല ഞാൻ, അതുകൊണ്ട് തന്നെ അറബി ഭാഷ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എന്നോട് ഉസ്താദ് ചോദിച്ചത് അതിൽ കാണാൻ സാധിക്കും. ഫഹളറ ബഅദ ശുയൂഖി വഹുവ യുലഖിൻ ഖാല ഫഖാല ലി തഖദ്ദം ഫഖറ, ഓതാൻ പറഞ്ഞു. ഫജഹിദ്തു അൻ അഖറഅ അൽ ഫാത്തിഹ, ഞാൻ ഫാത്തിഹ ഓതാൻ തുടങ്ങി. ഫലം അഖ്ദിർ അലാ ദാലിക ലിൻഗിലാഖി ലിസാനി, എനിക്ക് ഫാത്തിഹ പോലും ഓതാൻ ക്ലിയറായിട്ട് പറ്റിയില്ല. ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചത്, ലക വാലിദ, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉസ്താദിന്റെ ആദ്യത്തെ ചോദ്യമാണ്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പ്, വേറെ വഴക്ക് പറയുകയോ ചീത്ത പറയുക ഒന്നുമല്ല, മോനെ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഖുൽതു നഅം, അദ്ദേഹം പറഞ്ഞു അതെ ഉമ്മ ഉണ്ട്. ഖുൽ ലഹാ തദ്ഉ ലക്, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉമ്മാനോട് പോയി പറ, നിനക്ക് നന്നായി ഖുർആൻ ഓതാനും ഹിഫ്ളാക്കാനും ഒക്കെ നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹം പറയാണ്, അങ്ങനെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി ഉമ്മയോട് പറഞ്ഞു. അങ്ങനെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നീട് നമുക്ക് സിയർ അലാമിൻ നുബലായിൽ കാണാൻ സാധിക്കും, അദ്ദേഹം അറബി ഭാഷയിലും ഖുർആനിലും മഹാപണ്ഡിതനായി മാറി. പരിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലും. അറബിയിലുള്ള ആ ഒരു പ്രയാസമായിരുന്നു ഫാത്തിഹ ഓതാൻ ബുദ്ധിമുട്ടാക്കിയത്. പക്ഷേ അറബി ഭാഷയിലും ഖുർആനിലും മഹാപണ്ഡിതനായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. എന്താ കാരണം? ഉമ്മാന്റെ പ്രാർത്ഥനയാണ്. മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അത് ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മക്കളിൽ ഫലിക്കുന്നതാണ്.